ആദ്യമായിട്ടാവും ഒരു മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത് കാണാനായിട്ട് അത്രയും സമയം ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ടുള്ളത്. ശ്രീ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഒരു കാര്യമുള്ളത്, അല്പം കൂടുതൽ പ്രതീക്ഷ. നമ്മൾ ചിലപ്പോൾ സിനിമകൾ ഇറങ്ങുമ്പോൾ പറയാറുണ്ട്, ഒത്തിരി പ്രതീക്ഷയോടെ കൂടെ ചെന്നതുകൊണ്ടാണ് അത് കുറവായി തോന്നിയത് എന്ന്. അത് ഈ കാര്യത്തിലും ചിലപ്പം സംഭവിച്ചേക്കാം. കാരണം വളരെയേറെ പ്രതീക്ഷകളാണ് ആൾക്കാർക്ക്, ഒരു വ്യക്തികൾക്കല്ല, പൊതുവെ മുഴുവൻ ജനങ്ങൾക്കും. അത് പാർട്ടിയുടെ ജനങ്ങൾക്കാണെങ്കിലും പാർട്ടി വേറെ ആയിട്ടുള്ളവർക്കാണെങ്കിലും ഒക്കെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യും. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇതുവരെ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലും അത് തന്നെ ആവും. നല്ല ഒരു കേരളം സൃഷ്ടിക്കാനും അല്ലെങ്കിൽ കേരളത്തിലെ മാറ്റം നല്ല രീതിയിൽ കൊണ്ടുവരാനും ആയിരിക്കും അദ്ദേഹവും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരാളുടെ ആഗ്രഹമോ ഒരാളുടെ വിശ്വാസമോ കൊണ്ടൊന്നും എല്ലാം അതുപോലെ നടക്കണമെന്നുമില്ല. എന്നാലും കഴിയുന്ന അത്രയും നന്മകൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അതിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു നല്ല ജീവിതം കേരളത്തിൽ ഉണ്ടാവട്ടെ. ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സിംപ്ലിസിറ്റി, ഒരു സംസാരിക്കുന്നതിലുള്ള ഒരു നന്മ. കഴിഞ്ഞ മുഖ്യമന്ത്രിയോട് നമുക്ക് ദേഷ്യം തോന്നിയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു ധിക്കാരപരമായ ഒരു സംസാരത്തിൽ നിന്നാണ്. അത് എനിക്കെന്നല്ല, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർക്കും അത് ഇഷ്ടക്കേടായിരിക്കാം ആ ഒരു സംസാരം. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളോട് ആൾക്കാർ നല്ല രീതിയിൽ പെരുമാറണം. അത് നമ്മളൊരു രാജാവ് പ്രജ എന്നുള്ളൊരു സംബന്ധമല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം എല്ലാവരോടും നല്ല രീതിയിൽ സൗമ്യനായി തന്നെ സംസാരിക്കുകയും സൗമ്യമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നല്ലൊരു കേരളം ഈ 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം.